ഓൺലൈൻ ഡിഗ്രികൾ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്ത് കുറേ നാളിന് ശേഷം ചില കുട്ടികൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. അവരെടുത്ത ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിന് വാലിഡിറ്റി ഇല്ല, കൃത്യമായ അപ്രൂവൽസ് ഇല്ല, അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പല കാര്യങ്ങളും. ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കാൻ പോവാം. കാരണം അവരൊക്കെ വരുത്തിയ അതേ മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഓൺലൈൻ ഡിഗ്രി എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ ആയതെന്നറിയോ? പണ്ട് നമുക്ക് 2 ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് റെഗുലർ മോഡും രണ്ടാമത്തേത് ഡിസ്റ്റൻസ് മോഡും. എന്നാൽ ഈ 2 മോഡിലും നമുക്ക് ലഭിക്കാത്ത കുറേയേറെ അപ്പർ ഹാൻഡ്സ് ഓൺലൈൻ ഡിഗ്രിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈവ് ക്ലാസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ടാവും ഈ പറയുന്ന ഓൺലൈൻ ഡിഗ്രി എടുക്കുമ്പോൾ. ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമുക്ക് എക്സാം എഴുതാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻസ് ഉണ്ട്. അസസ്മെൻറ്റ്സ് ഓൺലൈൻ ആണ്. കൃത്യമായിട്ടുള്ള ഒരു ലേണിംഗ് സ്കെഡ്യൂൾ ഉണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓൺലൈൻ ഡിഗ്രിയെ പോപ്പുലർ ആക്കി. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജോലി ചെയ്തുകൊണ്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ വി നീഡ് എ ഡിഗ്രി. ഇങ്ങനെ ഏത് കാറ്റഗറി ഓഫ് ആൾക്കാരായാലും അവർക്കെല്ലാം വളരെ സ്മൂത്തായിട്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനോടൊപ്പം ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ ഡിഗ്രികൾ എല്ലാം തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓൺലൈൻ ഡിഗ്രിയും ഡിസ്റ്റൻസ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുൻപ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റീകൺസിഡർ ചെയ്യാൻ ആ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കും. കാരണം ഓരോന്നിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആകുന്നത് എന്നറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിലെ ഏത് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് കാംബ്രിയ അഡ്മിഷൻസിന്റെ അക്കാഡമിക് കൗൺസിലേഴ്സിനോടൊപ്പം ഞാനൊന്ന് ഇരുന്നായിരുന്നു. കാരണം കാംബ്രിയയിൽ ഓൺലൈൻ ഡിഗ്രിക്ക് വേണ്ടി വരുന്ന കോളുകളിൽ എപ്പോഴും ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഈ പറയുന്ന ടീം എന്നോട് പറയുന്ന കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അബദ്ധം കാണിച്ച് വരുന്ന കോളുകൾ ദിവസവും ഒരു 1-2 എണ്ണമെങ്കിലും അവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ആ അബദ്ധങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യണമല്ലോ. സോ ദാറ്റ് നിങ്ങൾക്ക് ആ അബദ്ധം വരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് എ കോൾ ടു കാംബ്രിയ അഡ്മിഷൻസ്. ഈ പറയുന്ന ഓൺലൈൻ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ആയിട്ട് കുറച്ച് പൈസ അവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി തന്നെയാണ്. ബട്ട് ഗെറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അല്ലാന്നുണ്ടെങ്കിൽ അബദ്ധങ്ങൾ വല്ലതുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി ലെറ്റ്സ് കം ബാക്ക്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അപ്രൂവലുകളുണ്ട്. ഇതിൽ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് UGC ആണ്. UGC എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി UGC അപ്രൂവ്ഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം. UGC അപ്രൂവ്ഡ് അല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ഡിഗ്രി എടുത്താലും, അത് ഓൺലൈൻ എന്നല്ല, ഡിസ്റ്റൻസ് എന്നല്ല, റെഗുലർ എന്നല്ല, എന്ത് സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പെട്ടുപോകും. പക്ഷേ ഈ ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ വെറും UGC അപ്രൂവൽ മാത്രം പോരാ. അവിടെ നമ്മൾ UGC DEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ, അതിനൊരു സൈറ്റൊക്കെ ഉണ്ട്. ആ സൈറ്റിനകത്ത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കാൻ ഒരു ലിങ്കും ഉണ്ട്. അത് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ തന്നെ കയറി നോക്കിക്കോളൂ. ഇനി UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഓൺലൈൻ ഡിഗ്രി നടത്താൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റി പോകുന്നത്. അതായത് അഡ്വർടൈസ് ചെയ്യുന്ന ചിലരൊക്കെ ഇത് UGC അപ്രൂവ്ഡ് ആണെന്ന് പറയും. UGC അപ്രൂവ് ചെയ്ത യൂണിവേഴ്സിറ്റി ആയിരിക്കും, പക്ഷേ ആ യൂണിവേഴ്സിറ്റിക്ക് ഡിസ്റ്റൻസ് മോഡിലോ ഓൺലൈൻ മോഡിലോ ഒക്കെ ഒരു ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്കൊരു അഡീഷണൽ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. ആ അപ്രൂവൽ ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി കയറി ഒരു പ്രോഗ്രാം ഓൺലൈൻ മോഡിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുത്താൽ അതിന് യാതൊരു വാലിഡിറ്റിയും ഉണ്ടാകാൻ പോകുന്നില്ല. ബൈ ദ വേ, വാലിഡിറ്റി, ഓൺലൈൻ ഡിഗ്രി വാലിഡ് ആണോ എന്നൊരു ചോദ്യമില്ലേ? വാലിഡ് ആണ് കേട്ടോ, അതിൽ യാതൊരു സംശയവും വേണ്ട. റെഗുലർ, ഡിസ്റ്റൻസ്, ഓൺലൈൻ, ഈ 3 മോഡുകളും വാലിഡ് മോഡുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ വാലിഡിറ്റിയുടെ കാര്യത്തിൽ കാര്യമായി ബാധിക്കും. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് UGCയുടെ കാര്യം പറഞ്ഞു തന്നു, UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ എന്ന് പറയുന്ന DEBയുടെ കാര്യം പറഞ്ഞു തന്നു. ഇനി മൂന്നാമത്തെ സാധനം NAAC അപ്രൂവൽ.
ഇത് വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിബിലിറ്റി, അതായത് അതിൻ്റെ പ്രോഗ്രാംസ്, അക്കാഡമിക് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു നാക് അക്രഡിറ്റേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാക് A++ കിട്ടി, A+ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇത് ആ ഒരു സ്ഥാപനം എത്രമാത്രം നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അതും നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 2-3 യൂണിവേഴ്സിറ്റിയൊക്കെ എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു അക്രഡിറ്റേഷൻ ഒരു ഫാക്ടറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി AICTE അപ്രൂവൽ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഈ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ചില ടെക്നിക്കൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾക്ക് AICTE അപ്രൂവൽ വേണം. ഇനി എല്ലാ ടെക്നിക്കൽ പ്രോഗ്രാമുകളും ഓൺലൈൻ മോഡിൽ റൺ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ എൻജിനീയറിംഗ്. അവിടെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ചില പ്രോഗ്രാമുകൾ ഓൺലൈൻ മോഡിൽ വാലിഡ് അല്ല. അത് ഏത് വാലിഡ് ആണ്, ഏത് വാലിഡ് അല്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വാലിഡ് അല്ല എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ട്, അല്ലെങ്കിൽ അത് സ്ഥാപനങ്ങളല്ല, ആ കോഴ്സുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് പറഞ്ഞത്, അതുപോലത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് ഓൺലൈൻ മോഡിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേ വാലിഡിറ്റി ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? അതിന് പിന്നീട് ഫർദർ അപ്രൂവലിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ UGC അപ്രൂവ്ഡ് ആണോ, ആ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണോ എന്നുള്ളതാണ് UGC DEB നമ്മൾ നോക്കിയത്. ഇനി ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് ഏതൊക്കെ കോഴ്സ് റൺ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് വേറൊരു പോയിന്റാണ്. അവിടെയും ശ്രദ്ധിക്കുക, എല്ലാ കോഴ്സുകൾക്കും ഈ ഓൺലൈൻ മോഡിൽ റൺ ചെയ്യാനുള്ള ഒരു അധികാരം ഈ പറയുന്ന UGC DEB പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി വേറൊരു സാധനം, WES കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ, വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഓഫ് കോഴ്സ് ഈ മൈഗ്രേഷൻ്റെ സമയത്ത് കുറേ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാനഡയിലേക്കൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ US പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു സാധനമാണ് ഈ WES പോലുള്ള പരിപാടി. അതിനകത്ത് നമുക്ക് ഫർദർ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാതെ ചാടിക്കയറി ഒരു ഓൺലൈൻ ഡിഗ്രി എടുക്കരുത്. അവസാനം അത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ പ്രോസസ്സിലൂടെ മൊത്തം കടന്നുപോയത് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ്റെ കാര്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫോറിൻ കൺട്രിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും. ഇതിന് രണ്ടിനും ഈ കാര്യം കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടില്ലേ? അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൺലൈൻ മോഡിൽ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ പ്രോപ്പറായ ഒത്തൻറ്റിക്കായ ഒരു വെരിഫിക്കേഷൻ നടത്തണം എന്ന ചോദ്യത്തിന് എൻ്റെ മുന്നിൽ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ബാൻ ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റികളുണ്ട്, നിങ്ങൾക്കറിയോ? അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കുമ്പം ആ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും, പക്ഷെ അവരെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകും ചിലർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില യൂണിവേഴ്സിറ്റികളെ ഓൺലൈൻ മോഡിൽ ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ചില യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇനി വേറെ ചില യൂണിവേഴ്സിറ്റീൻ്റെ ഇടയിൽ ഈ പബ്ലിക് വാർണിംഗ് വരെ ഇറക്കിയിട്ടുണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്യലേന്ന്, അവിടെ തന്നെ പോയി ചാടുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ വെരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അബദ്ധം പറ്റുന്ന കേസുകളാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഇതിനകത്ത് ഉടായ്പ പരിപാടികളൊന്നും നടക്കില്ല. അത് ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഈ പറയുന്ന എൻ്റെ ടീം തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൾ വന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? 6 മാസം കൊണ്ട് ഓൺലൈൻ മോഡിൽ ഒരു ഡിഗ്രി എടുക്കാൻ പറ്റുമോ? 3 മാസം കൊണ്ട് കിട്ടുമോ? 1 വർഷം കൊണ്ട് കിട്ടുമോ? ഒന്നും കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു വകുപ്പേ ഇതിനകത്തില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് 3 വർഷം ആ കോഴ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങൾക്ക് UGയും എടുക്കാൻ പറ്റും, PG എടുക്കാൻ പറ്റും. PGക്ക് പറയുന്ന പോലെ 3 വർഷത്തിൻ്റെ ആവശ്യമില്ല, 2 വർഷം കൊണ്ട് നമുക്ക് PG എടുക്കാൻ പറ്റും. എല്ലാ UG PG കോഴ്സുകളും ഓൺലൈൻ മോഡിൽ അവൈലബിളും അല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അന്വേഷിക്കണ്ടേ? അവിടെയാണ് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള, വളരെ ഒത്തൻറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യം വരിക. അത്തരത്തിൽ എന്ത് സഹായം നിങ്ങൾക്ക് വേണമെങ്കിലും കാംബ്രിയ അഡ്മിഷൻസ് ഇസ് ദെയർ ടു സപ്പോർട്ട് യു. ഈ ഓൺലൈൻ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ 2 ID കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ എവിടെ പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 സാധനം ആവശ്യം വരും നിങ്ങൾക്ക്. ഒന്നെന്ന് പറയുന്നത് ABC ID, രണ്ടാമത്തത് DEB ID. അത് ഞാൻ 2 ചെല്ലപ്പേരിട്ടിട്ട് ഇതിനെ വിളിച്ചതല്ല, അത് പ്രോപ്പർ സാധനങ്ങളാണ്. ആദ്യത്തെന്ന് പറയുന്നത് ABC ID ആണ്. അത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയും. ഇത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നില്ലേ, ആ സമയത്തോട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്. ഈ ID നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ
നമുക്ക് ആധാർ വേണ്ടി വരും, അതുപോലെ തന്നെ ഡിജി ലോക്കറിൻ്റെ ആക്സസ് വേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ടി വരും ഈ ID നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടും അതിൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാനും. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് DEB ID, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അവിടെ നിന്നൊരു ID കിട്ടും. സോ ആസ് എ സ്റ്റുഡൻറ്റ് ഇഫ് യു ആർ ഡൂയിങ് ആൻ ഓൺലൈൻ ഡിഗ്രി, ഈ 2 സാധനങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരും. അത് ഉണ്ടെങ്കിലേ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യുള്ളൂ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുറേ പൈസയും അടച്ചിട്ട് അവർ ബാക്കി എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചേ നിങ്ങൾക്ക് അറിവില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേനും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കോൾ വന്നിട്ടുണ്ട്, എക്സാമിനേഷൻ ആണെന്നൊക്കെ എവിടെയോ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് എവിടെയോ കൊണ്ടുവന്ന് പൈസ കൊടുത്തത്, എവിടെയോ കൊണ്ടുവന്ന് ആരുടെയോ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊന്നും മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് കാണിക്കരുത്. ഇതൊന്നും വല്ലവരുടെ അക്കൗണ്ടിൽ കൊണ്ട് പൈസ ഇടാനുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു അക്കൗണ്ട് തന്നിട്ട് ഇതാ ഇങ്ങോട്ട് വന്ന് പേ ചെയ്യുന്ന പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് വർക്ക് ദാറ്റ് വേ എന്നുള്ളത് ദയവ് ഇത് മനസ്സിലാക്കൂ. ഇത് നിങ്ങൾ ഈ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷേ ഇത് ചെയ്തു പോകുമ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഈ പറയുന്ന എൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 2 ഡിഫറെൻറ്റ് IDs ഉണ്ട്, അതിന് പല തരത്തിലുള്ള റിക്വയർമെൻ്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് പാസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എവിടെ പോയിട്ടോ എടുത്തോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവസാനമല്ല എൻ്റെ കയ്യിൽ അതില്ല ഇതില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഈ പറയുന്ന ജനറൽ പ്രോസസ്സുകളാണ് ഇതൊക്കെ. ഓൺലൈൻ മോഡിൽ നമുക്ക് UGയും ചെയ്യാൻ പറ്റും, PGയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ UGയിൽ നോക്കുകയാണെങ്കിൽ BBA, BCom, BA, BCA ഇതൊക്കെയാണ് കോമൺ പ്രോഗ്രാംസ്. PG ലെവലിൽ നോക്കുകയാണെങ്കിൽ MBA, MCom, MA, MCA ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഏത് യൂണിവേഴ്സിറ്റിക്ക് ഏത് പ്രോഗ്രാം ഉണ്ട് നോക്കി വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. ഇതിൽ തന്നെ നമ്മളിപ്പോൾ BAക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റിലും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതൊക്കെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യം. നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കണം, നമുക്കതുകൊണ്ട് ഭാവിയിൽ പ്രയോജനം ഉണ്ടായിരിക്കണം, ഓൺലൈനിൽ വാലിഡ് ആയിട്ടുള്ള സാധനമായിരിക്കണം. ഇങ്ങനെയൊക്കെ റൈറ്റ് കോഴ്സ് നമ്മൾ പിക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലെ കുറച്ച് ID-യുടെ പരിപാടിയൊക്കെ വരുന്നത്. അവിടെയാണ് നമുക്ക് ഈ ABC ID എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, DEBയുടെ ID ജനറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു മൾട്ടിപ്പിൾ സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ ഇതിനകത്ത് നമുക്ക് നടത്തും. പിന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിൽ ഏതെങ്കിലുമൊക്കെ റോങ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റക്ക് ആവും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് NRIസിനാണ്. അതായത് ഇന്ത്യക്ക് പുറത്തിരുന്നിട്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇന്ത്യക്കകത്തിരുന്ന് ചെയ്യുന്നത് പോലെയല്ല, അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അവിടെയൊക്കെയാണ് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ച് നിങ്ങൾ അവിടെ സ്റ്റക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അത് കുളമായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുന്നതിലും എത്രയോ ഭേദം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രോപ്പർലി അറിവുള്ള ഒരു ടീമുമായിട്ട് ഇരുന്ന് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഈ എൻ്റയർ പ്രോസസ്സിലൂടെ എൻ്റെ ഒരു ടീം മെമ്പർ നിങ്ങളെ കടത്തിക്കൊണ്ട് പോകും, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനനുസരിച്ച് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എനിക്കറിയാം ചിലപ്പോൾ വല്ല പ്രൊമോഷനോ അല്ലെങ്കിൽ കരിയർ തന്നെ ഒന്ന് സ്വിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തടസ്സമായി മാറുന്ന ഫാക്ടേഴ്സാണ് ഈ ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ വിട്ടിട്ട് റെഗുലറായിട്ട് ഒരു കോളേജിൽ പോയി പഠിക്കാൻ നമുക്ക് എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിഷമിച്ച് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണ്ടേ? ആക്ഷൻ എടുത്താലല്ലേ മുമ്പോട്ട് പോകുള്ളൂ. ഇല്ല എന്നും പറഞ്ഞ് കറങ്ങോണ്ടിരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റണത്? നമുക്ക് ഇത് പഠിച്ചു പോവാം. ഇനി ഈ ഫാസ്റ്റ് ട്രാക്ക് നോക്കുന്ന ആൾക്കാർ, അതായത് 6 മാസത്തെ പരിപാടി, 1 വർഷത്തെ പരിപാടി നോക്കും, നിങ്ങളിത് ചെയ്ത് ലൈഫ് ലോങ് ആയിട്ട് ഇതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ രീതിയിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടായ്പിൽ ഇപ്പോൾ ഒരു ജോലിയിൽ ചിലപ്പം കയറിപ്പോവും, പിന്നീട് നിങ്ങളൊരു ജോലി മാറുമ്പം പെട്ടുപോകും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരാതിരിക്കണമെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഇയേഴ്സ് മാറ്റിവെക്കുക. ഇത്രയും നിങ്ങൾ സഹിച്ചില്ലേ, ക്ഷമിച്ചില്ലേ, പിന്നെ അത്രയും നമ്പർ ഓഫ് ഇയേഴ്സ് കൂടെ മാറ്റി വെച്ചിട്ട് ഒരു പ്രോപ്പർ സാധനം എടുക്കുന്നതിന് എന്തിനാ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കണേ? പ്രോപ്പർ സാധനം ചെയ്യൂ, സോ ദാറ്റ് ദർ ഇസ് നോ കൺഫ്യൂഷൻ അഹെഡ്. ഓൾറൈറ്റ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ അയച്ചാൽ മതി. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ആ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടീം റെസ്പോണ്ട് ചെയ്യും ആൻഡ് ദേ വിൽ ഗൈഡ് യു പ്രോപ്പർലി. ഓക്കെ? നിങ്ങൾ ആരും ഇനി എനിക്ക് ഡിഗ്രി ഇല്ല, PG ഇല്ല, അതുകൊണ്ട് മാത്രം ഞാൻ സ്റ്റക്കായി പോയി എന്ന് പറയരുത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിച്ചിട്ട് പിന്നീട് കരയരുത്. അതുകൊണ്ടാണ്
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അബദ്ധം പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ചെയ്യണേ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.